കഥയാരംഭിക്കുന്നത് നോർത്തേൺ ഹിമാലയൻ റോഡിലാണ്. ഇന്ത്യൻ പട്ടാളത്തിന്റെ ഒരു വാഹനവ്യൂഹം ഇന്ത്യക്കേറെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത് ഒരായുധം ഒരു പാക്കേജുമായി മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാത്രാമധ്യേ ആ വാഹനവ്യൂഹം ഒരു അജ്ഞാതനാൽ ആക്രമിക്കപ്പെട്ടു. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മാസ്ക് വെച്ച ആ വില്ലൻ, ആ അജ്ഞാതൻ ഇന്ത്യയുടെ ഏറെ വിലപ്പെട്ട ആ ആയുധം, ആ പാക്കേജ് കടത്തിക്കൊണ്ടുപോവുകയാണ്. കൂട്ടത്തിൽ അയാൾ ഒരു വെല്ലുവിളിയും നടത്തി. 72 മണിക്കൂർ അഥവാ 3 ദിവസത്തിനകം ആ പാക്കേജ് വീണ്ടെടുത്തില്ലെങ്കിൽ ഇന്ത്യ പൂർണ്ണമായും താൻ നശിപ്പിക്കും എന്നുള്ള വെല്ലുവിളിയായിരുന്നു അത്. ഇതേ സമയം ചൈനയിലെ ഷാങ്ഹായിൽ ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റൻ മിഷ ഒരു ഏജന്റിനെ മീറ്റ് ചെയ്യുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അയാളിൽ നിന്ന് ലഭിക്കും എന്നെന്ന് മിഷയ്ക്ക് അറിയാമായിരുന്നു. ഇന്ത്യക്കുമേൽ വരാൻ പോകുന്ന അറ്റാക്കിനെ പറ്റി ആ ഏജന്റ് വാൺ ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം മോഷ്ടിക്കപ്പെട്ട കാര്യവും ക്യാപ്റ്റൻ മിഷയോട് അയാൾ പങ്കുവച്ചു. മോഷ്ടിച്ചത് ആരാണ് എന്ന് മിഷ ഏജന്റിനോട് ചോദിച്ചെങ്കിലും ഏജന്റ് അത് വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും പുതിയൊരു ശത്രു പഴയൊരു സുഹൃത്തായിരിക്കും എന്നൊരു സൂചന മാത്രമാണ് അയാൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. പക്ഷേ തൊട്ടു പിന്നാലെ മാസ്ക് വെച്ചൊരു വ്യക്തി ആ ഏജന്റിനെ കൊലപ്പെടുത്തുകയാണ്. മിഷ ആ മാസ്ക് വെച്ചിരുന്ന മനുഷ്യനെ ഫോളോ ചെയ്തു. അയാളെ കടന്നാക്രമിച്ചു. പലതവണ അയാളുടെ ശരീരത്തിൽ അവൾ മുറിവേൽപ്പിച്ചെങ്കിലും അതൊക്കെ തനിയെ ഭേദപ്പെടുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ മിഷയെ അടിച്ചിട്ട് യുദ്ധം ആരംഭിക്കുന്നു എന്നൊരു മെസ്സേജ് മാത്രം കാണിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോഴേക്കും ഇന്ത്യൻ ആർമിയുടെ ബേസ് ക്യാമ്പിൽ ആ വിവരം എത്തിയിരുന്നു. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ത്യൻ ആർമിയുടെ ഹൈക്കമാൻഡ് കൂടുകയും ചെയ്തു. വളരെ വലിയൊരു വിഷയമാണ് നടന്നിരിക്കുന്നത്. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയ പാക്കേജാണ് ഇന്ത്യയെ സംബന്ധിച്ച് ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. കാര്യങ്ങൾ വഷളാവുന്നതിനു മുമ്പേ ആക്ഷൻ എടുക്കാൻ ഹൈക്കമാൻഡ് ഓഫീസർ ഹൈക്കമാൻഡ് അംഗമായ കേണൽ ആസാദിന് നിർദ്ദേശം കൊടുക്കുന്നു. ഇതേ സമയം ക്യാപ്റ്റൻ മിഷ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഷാങ്ഹായിലെ ഏജന്റിൽ നിന്നും താൻ അറിഞ്ഞ വിവരം ക്യാപ്റ്റൻ മിഷ അവിടെ പങ്കുവെക്കുകയാണ്. മാസ്ക് വെച്ച ശത്രുവിന്റെ വീഡിയോ കണ്ടിരുന്ന ക്യാപ്റ്റൻ മിഷ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആസാദാകട്ടെ ഒരു നിമിഷം ഷോക്കാകുന്നുണ്ട്. എന്നിരുന്നാലും 3 ദിവസത്തിനുള്ളിൽ പാക്കേജ് വീണ്ടെടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. പാക്കേജ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ ഇന്ത്യൻ ആർമിക്ക് വൈകാതെ സാധിക്കുന്നുണ്ട്. അത് കൊണ്ടുപോയിരിക്കുന്നത് UK-യിലേക്കായിരുന്നു. എല്ലാ എയർലൈൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഹാക്ക് ചെയ്ത് യാതൊരുവിധ ഗ്ലിച്ചുമില്ലാതെയായിരുന്നു അവർ ഹെലികോപ്റ്ററിൽ പാക്കേജ് കടത്തിക്കൊണ്ടു പോയിരുന്നത്. വില്ലൻ നിസാരക്കാരനല്ലെന്നും ഇന്റലിജൻസും പ്രാക്ടീസും പ്രോട്ടോകോൾസും ഒക്കെ അറിയാവുന്ന വ്യക്തിയാണെന്നും ക്യാപ്റ്റൻ മിഷ അതോടെ കേണൽ ആസാദിനോട് പറയുന്നു. പിന്നാലെ ചൈനയിൽ വെച്ച് കണ്ട ഏജന്റിനെ കൊലപ്പെടുത്തിയ മുറിവുകൾ തനിയെ ഉണങ്ങുന്ന മെറ്റാ ഹ്യൂമനെ പറ്റിയും ക്യാപ്റ്റൻ മിഷ ആസാദിനോട് വ്യക്തമാക്കുന്നുണ്ട്. ഒക്കെ കേട്ട കേണൽ ആസാദ് പാക്കേജ് വീണ്ടെടുക്കാനുള്ള രഹസ്യ പ്രോഗ്രാമിലേക്ക് നിർദ്ദേശിക്കുന്നത് 2 പൂർവ്വകാല ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥരെയാണ്. കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട 2 സോൾജേഴ്സ്, ഫ്രെഡി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഫിറോസ്, റോക്കി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന രാകേഷ്. പക്ഷേ 2 കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ അത്രയും സീക്രറ്റായ ഡേഞ്ചറായ മിഷൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ക്യാപ്റ്റൻ മിഷയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഫ്രെഡിയെയും റോക്കിയെയും പറ്റി പറഞ്ഞ് കേണൽ ആസാദ് മിഷയെ സമ്മതിപ്പിക്കുകയാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അവർ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ചെയ്തിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മികവുള്ള 2 പട്ടാളക്കാർ. അന്നവർക്ക് ഒരു മിഷൻ വന്നു ചേർന്നു. അഫ്ഗാനിസ്ഥാനിൽ ബന്ദികളാക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യന്റെ അംബാസഡറെയും കുടുംബത്തെയും മോചിപ്പിക്കുക എന്നതായിരുന്നു ദൗത്യം. ജമാലുദ്ദീൻ ഹക്കാനി എന്ന പേരുള്ള ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. CIA അയാളെ കൊന്നുതള്ളി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജമാലുദ്ദീൻ ഹക്കാനിയുടെ മകനെ പുതിയ തലവനാക്കണം എന്നായിരുന്നു തീവ്രവാദികളുടെ ആഗ്രഹം. പക്ഷേ ജമാലുദ്ദീൻ ഹക്കാനിയുടെ മകനിപ്പോൾ ഇന്ത്യൻ കസ്റ്റഡിയിലാണുള്ളത്. ഇന്ത്യയിൽ നിന്നും അയാളെ മോചിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇന്ത്യൻ അംബാസഡറെയും കുടുംബത്തെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി വെച്ചിരുന്നത്. കേണൽ ആസാദിന്റെ നിർദ്ദേശപ്രകാരം റോക്കിയും ഫ്രെഡിയും മിഷന് തയ്യാറെടുത്തു. മിഷനൊരു പേര് വേണമല്ലോ. അഫ്ഗാനികൾക്ക് പ്രിയപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന് ബോളിവുഡ് സിനിമകളാണ്. അതുകൊണ്ട് പഴയൊരു സിനിമയുടെ പേര് തന്നെ അവർ അതിനെ തിരഞ്ഞെടുക്കുന്നു. ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്നായിരുന്നു മിഷന് പേരിട്ടത്. വൈകാതെ മിഷൻ നടന്നു. തങ്ങളുടെ മികവുറ്റ സ്കില്ലുകൾ കൊണ്ട് തീവ്രവാദികൾക്കെതിരെ ഫൈറ്റ് ചെയ്തും വിദഗ്ധമായി അവരുടെ മിലിറ്റന്റ് ക്യാമ്പിലേക്ക് കടന്നുകയറിയും ബന്ദികളായിട്ടുള്ളവരെ ജീവനോടെ സുരക്ഷിതമായി തന്നെ റോക്കിയും ഫ്രെഡിയും മോചിപ്പിക്കുന്നു. പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോരാൻ നിൽക്കുമ്പോഴാണ് CIA കൊന്നു എന്ന് പറയുന്ന ജമാലുദ്ദീൻ ഹക്കാനി എന്ന തീവ്രവാദി നേതാവ് ജീവനോടെയുണ്ടെന്ന കാര്യം അവർ നേരിട്ട് നോക്കിക്കാണുന്നത്. ആ തീവ്രവാദിയെ അങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ അവർക്ക് പറ്റില്ലായിരുന്നു. കേണൽ ആസാദ് അതൊന്നും വേണ്ട, തങ്ങളുടെ ലക്ഷ്യത്തിൽ അതില്ല, ബന്ദികളെ സുരക്ഷിതമാക്കി കൊണ്ടുവരാൻ പറഞ്ഞെങ്കിലും റോക്കിയും ഫ്രെഡിയും അതിന് തയ്യാറാകുന്നില്ല. അവർ കടന്നു ചെന്ന് ആ
തീവ്രവാദിയെ കൊന്നുകളഞ്ഞു. ശേഷം ബന്ദികളെ സുരക്ഷിതമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അന്നു മുതൽ ബഡേയെന്നും ചോട്ടയെന്നും അവരിരുവർക്കും പേര് വീഴുക കൂടിയായിരുന്നു. കേണൽ ആസാദിൽ നിന്ന് റോക്കിയെപ്പറ്റിയും ഫ്രെഡിയെപ്പറ്റിയും കേട്ടറിഞ്ഞതോടെ ക്യാപ്റ്റൻ മിഷയ്ക്കും അവരോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. പിന്നാലെ മിഷ റോക്കിയെയും ഫ്രെഡിയെയും കാണാൻ പുറപ്പെടുന്നു. റോക്കി അപ്പോൾ ഒരു ഫയർ ഫൈറ്ററായി ജോലി നോക്കുകയായിരുന്നു. റോക്കിയോട് വീഡിയോ അടക്കം കാണിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ആദ്യമൊക്കെ എതിർത്തെങ്കിലും റോക്കി ഡ്യൂട്ടിക്ക് വരാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഓയിൽ ഫീൽഡിൽ ജോലി നോക്കുകയായിരുന്ന ഫ്രെഡിയാകട്ടെ തന്റെ സേവനങ്ങൾക്ക് തുത്യർഹമായ കാര്യങ്ങളല്ല ലഭിച്ചതെന്നും അപമാനമാണ് ഇന്ത്യൻ ആർമിയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ഡ്യൂട്ടി ഏറ്റെടുക്കാൻ തീരെ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒടുവിൽ റോക്കിയും ക്യാപ്റ്റൻ മിഷയും കൂടി തങ്ങളുടെ ദൗത്യത്തിനായി ലണ്ടനിലേക്ക് പുറപ്പെടുന്നു. കേണൽ ആസാദും ലണ്ടനിൽ എത്തിച്ചേർന്നിരുന്നു. ഈ മിഷനെ പറ്റി നിലവിൽ ഹൈക്കമാൻഡിന് അറിയില്ലെന്നും അതുകൊണ്ട് തന്നെ മിഷൻ പരാജയപ്പെട്ടാൽ റോക്കിയെ നമ്മൾ തള്ളിപ്പറയുമെന്നും കേണൽ ആസാദ് ക്യാപ്റ്റൻ മിഷയോട് പറയുന്നുണ്ട്. എന്നിരുന്നാലും മിഷനുമായി അവർ മുന്നോട്ടു പോവുകയാണ്. ആദ്യഘട്ടത്തിൽ മിഷയും റോക്കിയും കൂടി IT എഞ്ചിനീയറും ഇന്ത്യൻ ആർമിയുടെ ഭാഗവുമായി ലണ്ടനിൽ താമസിക്കുന്ന പർമീന്ദറെ ചെന്ന് കാണുന്നു. പാമെന്നായിരുന്നു അവൾ വിളിക്കപ്പെട്ടിരുന്നത്. അവരൊന്നിച്ച് അവിടുത്തെ ഇന്ത്യയുടെ സീക്രട്ട് ഫെസിലിറ്റിയിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടുത്തെ വെപ്പൺസും പുതിയ പരീക്ഷണങ്ങളും ഒക്കെ കണ്ട് റോക്കിക്ക് അല്പം അതിശയം തോന്നാതിരുന്നില്ല. പിന്നാലെ കാര്യങ്ങൾ പാം വിശദീകരിച്ചു. അവരുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് പാക്കേജ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വാട്ടർലൂവിലാണെന്നാണ്. വാട്ടർലൂ എന്ന് വിളിക്കപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അതിന് താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു ബങ്കർ. ആ ബങ്കറുകളൊക്കെ മഹായുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ബങ്കറിലേക്ക് കടന്നു കയറൽ അത്ര എളുപ്പമല്ല. നിരവധി സെക്യൂരിറ്റി ക്യാമറകളും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട്. മാത്രമല്ല ട്രെയിൻ സ്ലോവാക്കി കൃത്യസമയത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രധാന വഴിയിലൂടെയല്ലാതെ ബങ്കറിലേക്ക് നീളുന്ന ടണലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പാക്കേജ് ഇരിക്കുന്ന ബങ്കറിന് കാവലായി നിരവധി സോൾജിയേഴ്സുമുണ്ട്. അതുകൊണ്ട് ഏറെ അപകടം പിടിച്ച ദൗത്യമാണത്. മാത്രമല്ല ബങ്കറിന്റെ ലോക്ക് തുറക്കണമെങ്കിൽ അത്ര എളുപ്പവുമല്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തു വേണം ആ ബങ്കറിന്റെ ലോക്ക് തുറക്കുവാൻ. അതുകൊണ്ട് IT എഞ്ചിനീയറായ പാമിനെയും ലോക്ക് തുറക്കുവാനായി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതുണ്ട്. റോക്കിയും പാമും കൂടി വോൾട്ട് തുറന്ന് പാക്കേജ് വീണ്ടെടുക്കുമ്പോഴേക്കും തന്റെ കാറുമായി ക്യാപ്റ്റൻ മിഷ അങ്ങോട്ടേക്ക് എത്തിച്ചേരും. അവർ അതിൽ രക്ഷപ്പെട്ടു പോരും. അത്തരത്തിലായിരുന്നു അവർ പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ഇതിനിടയിൽ മറ്റൊന്ന് സംഭവിച്ചിരുന്നു. ലണ്ടനിൽ എത്തിയിരുന്ന കേണൽ ആസാദ് വില്ലനായ മാസ്ക്ഡ് മാനെ കാണുകയായിരുന്നു. പറഞ്ഞപോലെ താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വില്ലനോട് കേണൽ ആസാദ് പറഞ്ഞു. അവനും വാക്കുപാലിക്കണം എന്ന് കേണൽ ആസാദ് ആവശ്യപ്പെട്ടതും വില്ലൻ കേണൽ ആസാദിന്റെ ഷോൾഡറിൽ വെടിയുതിർക്കുകയാണ്. വൈകാതെ വില്ലന്റെ സന്നിധിയിലേക്ക് ചൈനയെ റെപ്രസെന്റ് ചെയ്ത് മിസ്റ്റർ വോങ് എന്ന വ്യക്തിയും പാകിസ്ഥാനെ റെപ്രസെന്റ് ചെയ്ത് നാവേദ് എന്ന വ്യക്തിയും വന്നെത്തുകയാണ്. മൂവരെയും കൂട്ടിയിരുത്തി വില്ലൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. ഇന്ത്യയെ തകർക്കാനുള്ള മാസ്റ്റർ പ്ലാൻ. വെടിയേറ്റ് വീൽചെയറിൽ അവിടെ ഇരിക്കുന്ന ആസാദിന് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ നിന്നും വലിയ തിരിച്ചടി വില്ലനുണ്ടാകും എന്ന് കേണൽ ആസാദ് അവനെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ വില്ലന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. വില്ലൻ കേണൽ ആസാദിനെ വേദനിപ്പിച്ച് ആസാദിന്റെ ഷോൾഡറിൽ ഇറങ്ങിയിരുന്ന ബുള്ളറ്റ് പുറത്തേക്ക് എടുക്കുകയാണ്. ഒപ്പം അയാൾ ഒരു കാര്യവും പറഞ്ഞു. നിങ്ങളുടെ വേദന ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല പദ്ധതി എന്താണെന്നറിയാമോ? നിങ്ങളുടെ വേദന ശത്രുവിന് പകർന്നു നൽകുക. നീ എനിക്ക് ഒരുപാട് വേദന തന്നിട്ടുണ്ട്, അതൊക്കെയും ഞാൻ നിനക്ക് തിരികെ തരും. ഇതേ സമയം മറുവശത്ത് ദൗത്യത്തിനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിരുന്നു. അവർ പുറപ്പെട്ടു. കൃത്യമായ നീക്കങ്ങളിലൂടെ ടണലിനകത്തേക്ക് റോക്കി എത്തിച്ചേരുകയാണ്. പ്ലാൻ പ്രകാരം തന്റെ കാറും ടണലിനകത്തേക്ക് വീഴിപ്പിച്ച് ക്യാപ്റ്റൻ മിഷയും എത്തിച്ചേരുന്നുണ്ട്. ശത്രുക്കൾ ടണൽ ബ്രീച്ച് കണ്ടെത്തിയിരുന്നു. അതോടെ പട്ടാള സംഘത്തെ അത് നോക്കുവാൻ അയക്കുകയും ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, ഒരു പോരാട്ടമായിരുന്നു നടന്നത്. റോക്കി ശത്രുക്കളായ സോൾജിയേഴ്സിനെതിരെ പൊരുതി. ഇതിനിടയിൽ മാസ്ക് വെച്ച ഒരു മനുഷ്യൻ റോക്കിയെ ആക്രമിക്കാനെത്തുകയാണ്. റോക്കിക്ക് അയാളെ എതിരിട്ട് നിൽക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. ഓരോ തവണയും റോക്കി അയാളെ അടിച്ചിടുമ്പോഴും അയാൾ എഴുന്നേറ്റ് വരുന്നു. അയാളുടെ മുറിവുകൾ തനിയെ ഭേദപ്പെടുന്നു. ഒടുവിൽ ആ മാസ്ക് മനുഷ്യൻ റോക്കിയെ അടിച്ചു വീഴ്ത്തുകയാണ്. സോൾജിയേഴ്സ് വന്ന് റോക്കിയെയും പാമിനെയും ബന്ദിയാക്കുകയും ചെയ്തു. മിഷൻ പരാജയപ്പെടാൻ പോകുന്നു എന്നുറപ്പായ ഘട്ടം. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ഫ്രെഡി കടന്നു വരുന്നത്. റോക്കിയെ മിഷന് പറഞ്ഞയച്ചതിന് ശേഷവും ഫ്രെഡി അവർക്ക് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനായിരുന്നു കൃത്യസമയത്ത് ഫ്രെഡി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതും. ഫ്രെഡി കൂടി വന്നതോടെ അവിടെ ശക്തമായൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. വില്ലന്റെ സോൾജിയേഴ്സിനെ മുഴുവൻ ഫ്രെഡിയും റോക്കിയും കൊലപ്പെടുത്തി.
പിന്നാലെ മാസ്കഡ് മാൻ വീണ്ടും അങ്ങോട്ടേക്ക് വരികയാണ്. കൊന്നാലും ചാവാത്ത മാസ്കഡ് മാൻ. ഇരുവരും ഒന്നിച്ച് മാസ്കഡ് മാനെ എതിരിട്ടു. പക്ഷെ അതൊട്ടും എളുപ്പമായിരുന്നില്ല. മറുവശത്ത് അപ്പോഴേക്കും പാം വോൾട്ട് തുറക്കാനുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരുന്നു. മാസ്കഡ് മാനെ കൊല്ലാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതും തന്ത്രപരമായ നീക്കത്തിലൂടെ മാസ്കഡ് മാനെ അവർ മറുപുറം നിർത്തി ഇടയിലുള്ള ഭിത്തിയിൽ ഒരു സ്ഫോടനം നടത്തി മാസ്കഡ് മാൻ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവർ തടഞ്ഞു നിർത്തുന്നു. പിന്നാലെ അവർ പാമിനടുത്തേക്കെത്തി. പാം അപ്പോഴും വോൾട്ട് തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കാറുമായി ക്യാപ്റ്റൻ മിഷയും വന്നു ചേർന്നു. പാം തന്റെ കഴിവുകൊണ്ട് വോൾട്ട് തുറന്നതും ഏവരും അകത്തേക്ക് കയറി പാക്കേജ് തിരഞ്ഞു. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. പാക്കേജായി അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നത് ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ക്യാപ്റ്റൻ പ്രിയ ദീക്ഷിത്, ഇന്ത്യൻ ആർമിയുടെ റിസർച്ച് വിങ്ങിലെ ഉദ്യോഗസ്ഥ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, പ്രിയ മുമ്പ് ഫ്രെഡിയുടെ ഫിയാൻസിയായിരുന്നു. ക്യാപ്റ്റൻ മിഷയ്ക്ക് മനസ്സിലാകുന്നില്ല പാക്കേജ് എവിടെ, ആയുധം എവിടെയെന്ന് ക്യാപ്റ്റൻ മിഷ ചോദിക്കുകയാണ്. പ്രിയയാണ് പാക്കേജ് എന്ന് ഫ്രെഡി വിശദമാക്കി. പ്രിയയും കാര്യങ്ങൾ വിശദീകരിച്ചു. വില്ലൻ ഇന്ത്യയുടെ കരൺ കവച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നതായിരുന്നു പ്രിയ പറഞ്ഞത്. എന്താണ് കരൺ കവച് എന്നതോടെ ചോദ്യമുയരുകയാണ്. ഫ്രെഡിയും പ്രിയയും ചേർന്ന് അത് വ്യക്തമാക്കി. ഇന്ത്യക്ക് മേലുള്ള ആക്രമണങ്ങളെ തടുക്കുവാൻ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത് ആധുനിക ടെക്നോളജിയിലുള്ള ഒരു അയൺ ഡോമാണ് കരൺ കവച്. ലോകത്തിൽ ഇന്നേ വരെ ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിഫൻസ് മെക്കാനിസം. അതിന്റെ കോഡും കാര്യങ്ങളുമൊക്കെ സ്റ്റോർ ചെയ്യപ്പെട്ടിരുന്നത് ഒരു ഹാർഡ് ഡിസ്കിലായിരുന്നു. പക്ഷേ ഹാർഡ് ഡിസ്ക് ആകുമ്പോൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂർഡായ ഒരിടത്ത് ഇന്ത്യൻ ആർമി അത് സ്റ്റോർ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒടുവിൽ അവർ അതിന് കണ്ടെത്തിയത് ഹ്യൂമൻ ബ്രെയിൻ തന്നെയായിരുന്നു. വോളണ്ടിയറായി ക്യാപ്റ്റൻ പ്രിയ ദീക്ഷിത് തന്നെ അത് ഏറ്റെടുത്തു. ക്യാപ്റ്റൻ പ്രിയ ദീക്ഷിത്തിന്റെ ബ്രെയിനിലേക്ക് ആ കോഡുകൾ കരൺ കവചിന്റെ മുഴുവൻ സിസ്റ്റവും എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടു. ആ വിവരം വില്ലൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടായിരുന്നു പ്രിയ ദീക്ഷിത്തിനെ സുരക്ഷിതമായി മാറ്റുന്ന സമയം ആ വാഹനവ്യൂഹത്തെ ആക്രമിച്ച് വില്ലൻ പ്രിയ ദീക്ഷിത്തിനെ കടത്തിക്കൊണ്ടുപോകുന്നത്. ആ സമയമാണ് മറ്റൊന്നുകൂടി വ്യക്തമാകുന്നത്. കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട ശേഷം ഫ്രെഡി UK സിറ്റിസൺഷിപ്പ് എടുത്തിരുന്നു. അതിനുശേഷം ഗവൺമെന്റിനു വേണ്ടി അണ്ടർ കവറായി തന്നെ ജോലി നോക്കുകയുമായിരുന്നു. അത് കേട്ട് റോക്കി അസ്വസ്ഥനാകുന്നുണ്ട്. കഴിഞ്ഞ 7 കൊല്ലമായി താൻ ഫയർഫോഴ്സിൽ വെറും ഒരാളായി ജോലി നോക്കുകയായിരുന്നെന്നും നിങ്ങളൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ സന്തോഷിക്കുകയുമായിരുന്നല്ലേ എന്ന് പറഞ്ഞ റോക്കി ഇമോഷണൽ ആകുമ്പോൾ ഫ്രെഡി അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നുപെട്ടതല്ല. നമ്മളെ ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചതാണ്. പ്രിയയായിരുന്നു അവരുടെ ആവശ്യമെങ്കിൽ പ്രിയയെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അവൻ സൂക്ഷിക്കില്ലായിരുന്നു. എന്തിനാണോ അവൻ പ്രിയയെ കടത്തിയത് അത് ചെയ്യാൻ ശ്രമിച്ചേനെ. അവന്റെ ലക്ഷ്യം അത് മാത്രമല്ല, നമ്മളെ ഇപ്പോൾ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് അവൻ. ഫ്രെഡി പറഞ്ഞത് കറക്റ്റായിരുന്നു. കാര്യം വാട്ടർലൂ സ്റ്റേഷനും പരിസരവും അവർ നിൽക്കുന്ന ഇടവുമൊക്കെയും മറ്റൊരു മാസ്കുമാനും സംഘവും എത്തി വളഞ്ഞു പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയം വില്ലനാകട്ടെ അവിടുത്തെ CCTV ക്യാമറയിലൂടെ അവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ അത് സംഭവിച്ചു. അവർ നിന്നിരുന്ന വോൾട്ട് തകർക്കപ്പെട്ട് മാസ്കുമാനും സംഘവും കടന്നുകയറി പ്രിയ ദീക്ഷിത്തിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. മയക്കത്തിൽ നിന്നുണർന്ന ഫ്രെഡിയും റോക്കിയും മുകളിലേക്ക് കയറി ചെന്ന് മാസ്കുമാന്റെ ആർമിയെ ആക്രമിച്ചു. പിന്നാലെ പ്രിയ ദീക്ഷിത്തിനെ തട്ടിക്കൊണ്ടുപോകുന്ന മാസ്കുമാന്റെ വണ്ടിയെ ഫോളോ ചെയ്യാനും ചേസ് ചെയ്യാനും ആരംഭിച്ചു. ക്യാപ്റ്റൻ മിഷയും പാമും അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെട്ട് പുറത്തെത്തുകയും ചെയ്തു. ചേസിംഗിൽ അവരും പങ്കാളികളായി. പ്രിയ ദീക്ഷിത്തിനെ രക്ഷിക്കാൻ എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചെങ്കിലും അതൊട്ടും എളുപ്പമായിരുന്നില്ല. മറ്റൊരു മാസ്കുമാൻ ഹെലികോപ്റ്ററിൽ വന്നെത്തി. പിന്നീട് നടന്ന സ്റ്റണ്ടുകളിലും ആക്ഷനുകളിലും ഒക്കെയായി റോക്കിയും ഫ്രെഡിയും കനത്ത രീതിയിൽ മുന്നിട്ട് നിന്നെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ കീഴ്പ്പെട്ടു പോവുകയാണ്. ക്യാപ്റ്റൻ മിഷയും റോക്കിയും ഫ്രെഡിയും പ്രിയയും ബന്ദികളാക്കപ്പെട്ടു. മാറി നിന്ന് പാം ഇതൊക്കെ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് തന്റെ ലെഫ്റ്റനന്റ്സായ 2 മാസ്കഡ് മാന്റെ അകമ്പടിയോടെ പ്രധാന വില്ലൻ അവരുടെ മുമ്പിലേക്ക് നടന്നെത്തുകയാണ്. അവർക്ക് മുമ്പിലിരുന്ന അയാൾ തന്റെ മാസ്കിന്റെ പകുതി ഭാഗം ഊരിമാറ്റി. ആ മുഖം കണ്ടതും ഇരുവരും ഒന്ന് ഞെട്ടിയിരുന്നു. കബീർ എന്ന് അവർ അറിയാതെ വിളിച്ചുപോയി. മുമ്പ് അവരുടെ സുഹൃത്തായിരുന്ന അവരുടെ കൈകൾ കൊണ്ട് തന്നെ കൊല്ലപ്പെട്ട കബീർ എന്ന സയന്റിസ്റ്റ് ആയിരുന്നു അത്. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിച്ചിരുന്നില്ല. തന്റെ പ്രതികാരം തുടങ്ങിയിട്ടേയുള്ളൂ എന്ന് പറഞ്ഞ കബീർ തന്റെ ലെഫ്റ്റനന്റ്സിനോട് അവരുടെ മാസ്ക് ഊരാൻ ആവശ്യപ്പെട്ടു. ലെഫ്റ്റനന്റ്സ് മാസ്ക് ഊരിയതും അവരുടെ മുഖം കണ്ട് റോക്കിയും ഫ്രെഡിയും ഞെട്ടിയിരുന്നു. അവരുടെ തന്നെ ക്ലോണുകളായിരുന്നു മാസ്ക് വെച്ചു നിന്നിരുന്ന കബീറിന്റെ 2 ലെഫ്റ്റനന്റ്സും. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. കബീർ മുമ്പ് ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ആയുധങ്ങളും മികച്ച സേവനങ്ങളും നൽകിയിരുന്ന വ്യക്തി. റോക്കിയും ഫ്രെഡിയും കബീറിന്റെ ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ക്യാപ്റ്റൻ ആസാദുമായും കബീറിന് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നോർത്തേൺ വാലി ബേസിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു. കബീർ ഇൻവെന്റ് ചെയ്ത പുതിയ ടെക്നോളജിയെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ സോൾജിയേഴ്സിനെ ക്ലോൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു
അത് അത്തരത്തിൽ സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ രാജ്യസുരക്ഷ മെച്ചപ്പെടുമെന്നും കമാൻഡറുടെ നിർദ്ദേശപ്രകാരം സ്വയം ചിന്താശേഷിയില്ലാത്ത ആ ക്ലോൺ ചെയ്തെടുക്കുന്ന മനുഷ്യന്മാർ കില്ലിംഗ് മെഷീനുകളെ പോലെ പ്രവർത്തിക്കുമെന്നും കബീർ എന്ന ഹൈക്കമാൻഡിന് മുമ്പിൽ പറഞ്ഞു. റോക്കിയുടെയും ഫ്രെഡിയുടെയും ക്ലോണുകളെ മുൻനിർത്തി അവരുടെ DNA വികസിപ്പിച്ചുണ്ടാക്കുന്ന നിരവധി ക്ലോണുകളെ പറ്റിയും അവരുടെ പ്രവർത്തന രീതിയും അവരുടെ കമാൻഡിംഗ് രീതികളുമൊക്കെ കബീർ ഹൈക്കമാൻഡിനോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലെ അപകട സാധ്യതയായിരുന്നു ഹൈക്കമാൻഡ് മുമ്പിൽ കണ്ടത്. മനസാക്ഷിയില്ലാത്ത കുറെ കില്ലിംഗ് മെഷീനുകൾ അത് ലോകത്തെ തന്നെ അപകടത്തിലാക്കും എന്ന് ഇന്ത്യയുടെ ഹൈക്കമാൻഡ് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പേ കബീറിന്റെ ആ പ്രൊജക്ട് നിർത്തലാക്കുവാനും ഒക്കെ അവസാനിപ്പിക്കുവാനും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു. പക്ഷേ തന്റെ 15 കൊല്ലക്കാല ജീവിതം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കബീറിന് അത് സാധിക്കില്ലായിരുന്നു. അന്ന് ആ മീറ്റിംഗിൽ നിന്ന് തിരിച്ചെത്തിയ കബീർ അവിടുണ്ടായിരുന്ന പ്രിയയോടടക്കം തന്റെ ഫ്രസ്ട്രേഷൻ തുറന്നു പറയുകയാണ്. ഒരു ജീനിയസിനും സൈക്കോപാത്തിനുമിടയിൽ നാരോ ലൈനാണുള്ളതെന്നും ആ നാരോ ലൈനാണ് തന്നെ അപമാനിച്ച് കേണൽ ആസാദും റോക്കിയും ഫ്രെഡിയും അടക്കമുള്ളവർ ഇല്ലാതാക്കിയതെന്നും കബീർ അവിടെ വെച്ച് പറഞ്ഞു. തന്റെ ടെക്നോളജി താൻ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് വിൽക്കാൻ പോവുകയാണെന്നും അപ്പോൾ ഇന്ത്യൻസ് ഒരു പാഠം പഠിച്ചോളും എന്നും കബീർ പറയുന്നുണ്ട്. പ്രിയയോടും നിനക്ക് ഏതു വശം വേണം എന്ന് നീ തിരഞ്ഞെടുത്തോളൂ എന്നും കബീർ കൂട്ടിച്ചേർത്തു. പക്ഷേ പ്രിയയ്ക്ക് സ്വന്തം രാജ്യത്തെ ചതിക്കാൻ പറ്റില്ലായിരുന്നു. കബീർ ഈ പറയുന്നത് അത്രയും വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്ന പ്രിയ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചു. കാര്യങ്ങൾ തുടർന്നു പോയാൽ കബീർ ഈ ലോകം തന്നെ ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് കബീറിന്റെ റിസർച്ച് സെന്ററും ബാക്കി സംഗതികളുമൊക്കെ ഇല്ലാതാക്കുവാൻ റോക്കിക്കും ഫ്രെഡിക്കും നിർദ്ദേശവും ദൗത്യവും നൽകുന്നു. കൂട്ടത്തിൽ കേണൽ ആസാദ് പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിരുന്നു. കബീറിനെ കൊല്ലരുത്, ജീവനോടെ പിടികൂടണമെന്ന്. പക്ഷേ അതേസമയം കബീർ ഒരു ക്ലോൺ ഡെവലപ്പ് ചെയ്യുന്ന തിരക്കിലുമായിരുന്നു. വരുന്ന ഏത് ശത്രുക്കളെയും ഇല്ലാതാക്കുവാൻ കൂലി പട്ടാളത്തെ അടക്കം കബീർ നിയോഗിച്ചിരുന്നു. അങ്ങോട്ടേക്ക് പ്രിയ ദീക്ഷിത്തും ഫ്രെഡിയും റോക്കിയും ചേർന്ന് ആക്രമണം നടത്തുകയാണ്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കബീറിന്റെ ആളുകൾ മുഴുവൻ അവർ വകവരുത്തുന്നുണ്ട്. കബീർ ആകട്ടെ രക്ഷപ്പെട്ടു പോവാൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. കബീറിന് നേരെയും അവർ വെടിയുതിർത്തു. ഒരു കെമിക്കൽ പൊട്ടിത്തെറിച്ച് കബീറിന്റെ ദേഹത്തേക്ക് വീണു. അപ്പോഴേക്കും അവിടെ പലയിടത്തും സെറ്റ് ചെയ്തിരുന്ന ബോംബ് എക്സ്പ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു നിമിഷത്തെ ഡിസ്ട്രാക്ഷനിൽ കബീർ പ്രിയ ദീക്ഷിത്തിനെ ബന്ദിയാക്കുകയാണ്. കബീറിന്റെ മുമ്പിലേക്ക് ഫ്രെഡിയും റോക്കിയും കടന്നു കയറി. കബീർ ഫ്രെഡിയോടും റോക്കിയോടും വിലപേശാൻ ആരംഭിച്ചു. തന്റെ കൂടെ കൂടുവാനും ലോകം തന്നെ പിടിച്ചെടുക്കാമെന്നും ഒരുപാട് പണം ലഭിക്കും എന്നുമൊക്കെ കബീർ അവരോട് പറഞ്ഞു. പക്ഷേ എല്ലാത്തിലും ഉപരി കബീറിനും റോക്കിക്കും വലുത് അവരുടെ മാതൃരാജ്യമായിരുന്നു, അതിന്റെ സുരക്ഷയായിരുന്നു. കബീർ പൂർണ്ണമായും ഒരു സൈക്കോപാത്തായി മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഫ്രെഡി ആ നിമിഷം കബീറിനെ വെടിവെച്ചു കൊല്ലുകയാണ്. കബീറിനെ കൊല്ലരുത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നല്ലോ. എന്നിട്ടും ഓർഡർ പാലിക്കാതെ കബീറിനെ കൊന്നതിന്റെ പേരിൽ റോക്കിയും ഫ്രെഡിയും ആർമിയിൽ നിന്നും കോർട്ട് മാർഷൽ ചെയ്യപ്പെടുന്നു. ആ സംഭവം പ്രിയ ദീക്ഷിത്തിന്റെയും ഫ്രെഡിയുടെയും ഉള്ളിൽ ഒരു ബ്രേക്കപ്പും സംഭവിപ്പിക്കുകയായിരുന്നു. പക്ഷെ അന്ന് കൊല്ലപ്പെട്ട കബീർ ഇപ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കബീർ അവരെ കടത്തിക്കൊണ്ടുപോയി ഒരിടത്ത് ബന്ദിയാക്കി നിർത്തി അവരെ ക്രൂരമായി ഉപദ്രവിക്കും എന്നു പറഞ്ഞു. പിന്നാലെ താനെങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കി. അന്ന് റോക്കിയും ഫ്രെഡിയും കബീറിന്റെ ആസ്ഥാനത്ത് ആക്രമണം നടത്തുമ്പോൾ കബീർ തന്റെ ആദ്യത്തെ ക്ലോണായ ഏകലവ്യയെ പൂർണ്ണമാക്കിയിരുന്നു. ആക്രമണം നടത്തി കബീറിന്റെ മുഖത്ത് കെമിക്കൽ തെറിച്ച് പൊള്ളലേറ്റ ആ നിമിഷമായിരുന്നു ഏകലവ്യ പൂർണ്ണമായി ജനനം കൊള്ളുന്നത്. പിന്നീട് ഏകലവ്യയെ ഉപയോഗിച്ചായിരുന്നു പ്രിയ ദീക്ഷിത്തിനെ കബീർ ബന്ദിയാക്കുന്നതും ഫ്രെഡിയോടും റോക്കിയോടും വിലപേശൽ നടത്തുന്നതുമൊക്കെ. ഫ്രെഡി എന്ന് കൊലപ്പെടുത്തിയത് കബീറിന്റെ ക്ലോണായ ഏകലവ്യയായിരുന്നു. അവർ അവിടെ നിന്ന് പോയ ശേഷം ഏകലവ്യക്കടുത്തെത്തിയ കബീർ ഏകലവ്യയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കബീറിനെ സംബന്ധിച്ചിടത്തോളം ഏകലവ്യ കബീറിന്റെ മകനായിരുന്നു. അത്രമേൽ കബീർ സ്നേഹിച്ചിരുന്ന കബീറിന് പ്രിയപ്പെട്ട വ്യക്തി എന്ത് വില കൊടുത്തും ഏകലവ്യയുടെ മരണത്തിന് കാരണമായവരോട് പ്രതികാരം ചെയ്യണം എന്ന് കബീർ തീരുമാനിക്കുകയാണ്. അങ്ങനായിരുന്നു 7 കൊല്ലം കൊണ്ട് കബീർ ഒക്കെയും തയ്യാറാക്കിയെടുത്തത്. റോക്കിയുടെയും ഫ്രെഡിയുടെയും DNA-യും കയ്യിലുള്ള ഡാറ്റയും ഒക്കെ ഉപയോഗിച്ച് അവരുടെ ക്ലോണുകളെ കബീർ തയ്യാറാക്കിയെടുത്തു. പാക്കേജ് മോഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ആ കാര്യം തന്റെ ശത്രു ആരാണ് എന്ന് കേണൽ ആസാദിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയയെ വെട്ടുകെട്ടുവാൻ റോക്കിയെയും ഫ്രെഡിയെയും അതിനുവേണ്ടി ട്രാപ്പ് ചെയ്യിപ്പിക്കുവാൻ കേണൽ ആസാദ് കബീറുമായി ഒരു കോംപ്രമൈസിൽ എത്തിയിരുന്നു. പക്ഷേ കബീർ കേണൽ ആസാദിനെയും ചതിച്ചു. കേണൽ ആസാദിനെ ബന്ദിയാക്കി കേണൽ ആസാദിന്റെയും ക്ലോൺ ഉണ്ടാക്കി കേണൽ ആസാദിനെ ഫ്രെഡിയുടെയും റോക്കിയുടെയും മുമ്പിൽ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു.
പക്ഷേ മരിക്കുന്നതിന് മുമ്പ് കേണൽ ആസാദ് ഒരു കാര്യം വ്യക്തമാക്കി. നീ ഒരുക്കിയ ട്രാപ്പിൽ ഞാൻ പെടുകയായിരുന്നില്ല. ഫ്രെഡിയെയും റോക്കിയെയും വേണം എന്ന് നീ ആവശ്യപ്പെട്ടപ്പോൾ നീ തന്നെ നിന്റെ ട്രാപ്പ് സെറ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ സന്തോഷത്തോടെ അതിന് കൂടെ നിന്നു, സമ്മതിച്ചു എന്ന് മാത്രമേയുള്ളൂ. ഫ്രെഡിയും റോക്കിയും ചേർന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിപ്പിക്കും എന്ന് കേണൽ ആസാദിന് ഉറപ്പുണ്ടായിരുന്നു. പിന്നാലെ പ്രിയയെ അവിടെ നിന്ന് കബീർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഫ്രെഡിയെയും റോക്കിയെയും ക്യാപ്റ്റൻ മിഷിയെയും മരിക്കാൻ വേണ്ടി അവിടെ ഉപേക്ഷിക്കുന്നു. കാവലിനായി കുറച്ച് പട്ടാളക്കാരെയും നിർത്തുന്നു. ഇതേ സമയം പാമാകട്ടെ താൻ ഡെവലപ്പ് ചെയ്ത ഡ്രോണുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് ഫ്രെഡിയും റോക്കിയും ക്യാപ്റ്റൻ മിഷയും കബീർ തങ്ങളെ കൊല്ലാൻ സെറ്റ് ചെയ്ത ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. പാമുകൂടി അവരുടെ സഹായത്തിനെത്തിയതോടെ പൂർണ്ണമായും സുരക്ഷിതരാവാൻ അവർക്ക് സാധിച്ചു. പിന്നാലെ അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ്. പ്രധാന ഓഫീസറെ അവർ ചെന്ന് കണ്ടു. കബീറിനെ പറ്റിയും കേണൽ ആസാദ് കൊല്ലപ്പെട്ടതിനെ പറ്റിയും മറ്റുമുള്ള കാര്യങ്ങൾ ധരിപ്പിച്ചു. കബീറിന്റെ പദ്ധതിയെപ്പറ്റിയും അവർ വിശദീകരിച്ചു. ഇന്ത്യയെ നശിപ്പിക്കണം എന്നതാണ് കബീറിന്റെ ലക്ഷ്യം. പ്രിയയെ ഉപയോഗിച്ച് കരൺ കവച് അവർ പിടിച്ചെടുക്കും. കരൺ കവച് ഇല്ലാതാക്കിയാൽ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താം. കരൺ കവച് ഡീആക്ടിവേറ്റ് ആകുന്നതും കബീർ തന്നെ മിസൈലുകൾ ആക്ടിവേറ്റ് ചെയ്യും. ഇന്നേവരേക്കും ഇന്ത്യ ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാനും ചൈനയ്ക്കും മേൽ നിലവിൽ ഇന്ത്യ ആക്രമണം നടത്തിയാൽ അവർ തിരിച്ചടിക്കും. ഒരു യുദ്ധം തന്നെ ആരംഭിക്കും. ആദ്യം പ്രകോപനം തീർത്തത് ഇന്ത്യയായതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ചൈനയെയും പാകിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യും. യുദ്ധം കൊണ്ടും മറ്റ് രാജ്യങ്ങളുടെ ഉപരോധം കൊണ്ടും ഇന്ത്യ തകർന്നടിയും. അതാണ് കബീറിന് വേണ്ടത്. അത് തടയാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത്രയും വലിയ പ്രശ്നമായതുകൊണ്ട് റോക്കിയെയും ഫ്രെഡിയെയും തനിച്ച് ഓപ്പറേഷൻ അയക്കുവാൻ പ്രധാന ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ റോക്കിയും ഫ്രെഡിയും രാജ്യത്തോടുള്ള തങ്ങളുടെ കൂറും കടമയും അവിടെ വെച്ച് ഏറ്റുപറഞ്ഞു. തങ്ങളെ ജീവൻ കൊടുത്തും അത് തടയാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. ഒടുവിൽ അവർ അതിന് സമ്മതിക്കുകയാണ്. ഇതേ സമയം മറുവശത്ത് കബീറും സംഘവും കരൺ കവചിന്റെ കൺട്രോളുള്ള നോർത്തേൺ ഹിമാലയത്തിലെ ഏരിയ പിടിച്ചെടുത്തിരുന്നു. പ്രിയയെ ഉപയോഗിച്ച് കരൺ കവച് ആക്സസ് ചെയ്യാൻ കബീർ ശ്രമിക്കാനും ആരംഭിച്ചു. മറുവശത്ത് അപ്പോഴേക്കും ഹെലികോപ്റ്ററിൽ റോക്കിയും ഫ്രെഡിയും ക്യാപ്റ്റൻ മിഷയും പാമും എത്തിച്ചേരുകയായിരുന്നു. അവരുടെ ഹെലികോപ്റ്റർ ആക്രമിക്കപ്പെട്ടെങ്കിലും അവർ രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഏറ്റുമുട്ടലുകളായിരുന്നു. അതിനോടകം കരൺ കവചിന്റെ ആക്സസ് വിജയിച്ചിരുന്ന കബീർ അതിന്റെ പാസ്വേഡ് മാറ്റി കരൺ കവച് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. റോക്കിക്കും ഫ്രെഡിക്കും തങ്ങളുടെ തന്നെ ക്ലോണുകളോട് എതിരിടേണ്ടി വന്നു. അവരുടെ ശരീരത്തിൽ ചിപ്പ് സെറ്റ് ചെയ്ത് പരിശോധിച്ച പാം ക്ലോണുകളെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഹൈ ഇലക്ട്രിസിറ്റിയും ചൂടും അവരുടെ ശരീരത്തിൽ ഏൽപ്പിച്ച് അവർക്ക് പവർ പകരുന്ന EMP ഡിവൈസ് നശിപ്പിക്കണം എന്ന് റോക്കിയോടും ഫ്രെഡിയോടും പറഞ്ഞു. അതോടെ അവരിരുവരും അതിന് ശ്രമിക്കുകയാണ്. ക്യാപ്റ്റൻ മിഷയുടെ സഹായത്തോടെ കേണൽ ആസാദിന്റെ ക്ലോണിനെയും അവർ തങ്ങളുടെ കളിയിലേക്ക് കൊണ്ടുവന്നു. ഒടുവിൽ മികച്ച തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവിടുണ്ടായിരുന്ന ഗ്രിഡിൽ ഒരു സ്ഫോടനം തീർത്ത് അങ്ങോട്ടേക്ക് ക്ലോണുകളെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പൂർണ്ണമായും നശിപ്പിച്ചു കളയുകയാണ്. ഇതെല്ലാം കബീർ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തയ്യാറാക്കിയ തന്റെ പവർ സ്യൂട്ടിലേക്ക് പവർ പായിച്ച് അവരെത്തുമ്പോൾ എതിരിടാൻ കബീർ തയ്യാറെടുത്തു നിന്നു. അതിനോടകം കരൺ കവച് കബീർ ഡീആക്ടിവേറ്റ് ചെയ്യുകയും മിസൈലുകൾ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ മിസൈലുകൾ പുറപ്പെട്ട് ചൈനയിലും പാകിസ്ഥാനിലും പതിച്ചാൽ ഇന്ത്യ തന്നെ ഇല്ലാതാകുമെന്നീ അവസ്ഥ. അങ്ങോട്ടേക്ക് റോക്കിയും ഫ്രെഡിയും കടന്നു ചെന്നു. കബീറുമായി ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ്. വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒടുവിൽ റോക്കിയും ഫ്രെഡിയും ചേർന്ന് കബീറിനെ കൊലപ്പെടുത്തുന്നു. അപ്പോഴേക്കും മിസൈലുകൾ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. മിസൈലുകളെ തടയണമെങ്കിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ. കരൺ കവച് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യണം. പക്ഷേ കബീർ പാസ്വേഡ് മാറ്റിയതുകൊണ്ട് അതത്ര എളുപ്പമല്ല. ആകെയുള്ളത് 3 അവസരങ്ങളാണ്. മുന്നിലുള്ളതാകട്ടെ ഏതാനും നിമിഷങ്ങളും. അധികം ആലോചിക്കാതെ അവർ പാസ്വേഡ് അടിക്കാൻ ആരംഭിച്ചു. ആദ്യം അടിച്ചത് കബീറിന്റെ കമ്പനിയുടെ പേരായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. രണ്ടാമത് കബീറിന്റെ പുതിയ പദ്ധതിയായിരുന്ന സോൾജർ എക്സ് എന്നടിച്ചു. അതും പരാജയപ്പെട്ടു. അവസാനത്തെ ഊഴം വന്നെത്തി. പാസ്വേഡ് എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പ്രിയയുടെ തലയിലേക്ക് ആ കാര്യം ഓർമ്മ വരുന്നത്. കബീറിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഒന്ന്, കബീർ പ്രതികാരത്തിനിറങ്ങിത്തിരിക്കാൻ കാരണമായ ഒന്ന്. കബീറിന്റെ ആദ്യ ക്ലോണായ ഏകലവ്യ എന്ന പാസ്വേഡ് അടിക്കുവാൻ പ്രിയ നിർദ്ദേശിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഫ്രെഡിയും റോക്കിയും അതിനൊക്കെ വെച്ച് ഏകലവ്യ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതോടെ കരൺ കവച് അവർ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തു. പുറപ്പെട്ട മിസൈലുകൾ കരൺ കവചിൽ തട്ടി തകരുകയാണ്. ഭാഗ്യവശാൽ ഒക്കെയും സംരക്ഷിക്കപ്പെട്ടു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം അവസാനിച്ചു. പക്ഷേ കരൺ കവച് സെറ്റ്
സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഏരിയയും അതോടെ തകർക്കപ്പെടുമായിരുന്നു. അവശതയിലായിരുന്ന പ്രിയ ദീക്ഷിത്തിനെ ഫ്രെഡി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പിന്നാലെ പാമിന്റെ കയ്യിലേക്ക് കരൺ കവചിന്റെ മാനുവൽ ആക്സസ് കൊടുത്ത ശേഷം ഫ്രെഡിയും റോക്കിയും ആ കെട്ടിടത്തിൽ നിന്ന് ഓടി പുറത്തു കടക്കുകയാണ്. അവർ പുറത്തെത്തുന്നതിന് പിന്നാലെ കരൺ കവച് സ്ഥിതി കൊണ്ടിരുന്ന ആ കെട്ടിടം പൊട്ടി തകർന്നിരുന്നു. മിഷൻ സക്സസ്ഫുള്ളായി വിജയിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. പക്ഷേ കബീർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു സൂചന ഒരു രണ്ടാം ഭാഗത്തിനു വേണ്ടി ചലച്ചിത്രത്തിന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.